കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണോ, കാലെത്തണം, മനസ്സെത്തണോന്നാ എന്തിനൊക്കെ എത്തിയാ പാട്ടോ. നീ പാട് പഠിക്കും. ഇവിടെ പാട്ടുകാരെ പഠിക്കും. എന്റെ പെറ്റ് ഇപ്പൊ ഞാൻ എടുത്തില്ല, ഞാൻ മുമ്പ് ഇതിനകത്ത് തട്ടിയായിരുന്നു. എന്നാ കൊണ്ട് എടുത്തോണ്ട് പോകും. സാനിറ്റൈസർ എടുക്കണ്ടായിരുന്നു. ശേ, ഓ സാനിറ്റൈസർ എടുക്കാൻ വിട്ടു പോയിട്ടോ. പൊടിവാരി പൊട്ടു. അതവിടെ അല്ലേ? അവിടെ കയ്യിൽ പൊത്താനോ? പൊടിവാരി ഇതുവരെ പൊടിവാരി പൊത്തിയാ മതിയോ? ഇതൊക്കെ തണുത്തിരിക്കണം എന്റെ മോനെ. ഇത് ഉപേക്ഷിക്കില്ലല്ലോ, വീക്കാട്ടോ. ഞാൻ ഓർത്താ നിനക്ക് പ്രായം കുറവായോണ്ടാണോ ബേബി വൈപ്സ് ഒക്കെ? എന്നെ വിലക്കുറവ്. മറ്റേ ഇതിന് വലിപ്പം കുറവാ. അതാണ്ട് ഇതിന് എത്ര രൂപ? ഇതിന് എത്ര 5 1 get 1 ആണ് ആക്ച്വലി. 5 1 get 1 220 രണ്ടെണ്ണം. ഇത് 80 ഉണ്ട്. 80 വൈപ്പ്. ഒതുക്കൂല. ഇത് 2-3 കൊണ്ടൊന്നും കാര്യമില്ല. ആ പൊക്കോ പൊക്കോ. എനിക്ക് നിൽക്കാൻ പറ്റില്ല. ആ നീ പാട് പാട് സാധനം പാട്. കൂളായിട്ട് അവരങ്ങനെ ഉറങ്ങി. അന്താക്ഷരി ഇല്ല, ഇവർ ഉറങ്ങിയില്ല. അടച്ചിട്ടോട്ടോ ഇതിനകത്ത്. പെണ്ണുങ്ങളെ ഞങ്ങളെ ഇറക്കിയല്ല, തന്നെ കയറി വന്ന്. സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ. ഈ ജോസഫ് വന്നപ്പോ കൂടെ വന്നു. അതെ, പെൺപിള്ളേരെ ഇറക്കും ജയിക്കേണ്ട ഗതിയുടെ ഈ കുടുംബത്തിന് വന്നിട്ടില്ല. എന്നാലും അല്ല, വേറെ ആൾക്കാരെ ഇറക്കി കുറച്ചൊക്കെ ആവാം. വൈകുന്നേരം വന്നിട്ട് നീ പോയി ഉറങ്ങിയ. അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ തടാകത്തിൽ പോയി. നമുക്ക് വൻ ഭീഷണിയായിരുന്നു. ചങ്ങലയില്ലാതെ തടാകത്തിന്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഉരുണ്ട് വീഴും. കേറണ് കേറട്ടെ. ചത്തിരിക്കാണോ? മൊത്തം കയറ്റല്ലേ? ഒരു 50-40 ഉള്ളില് ഇല്ല. എനിക്ക് ആ ജാക്കറ്റ് വരുമ്പോ തണുക്കും. കുറച്ചാണ് പോകണ്ട. എന്താ സ്ലീപ്പിംഗ് ബാഗ് അവിടെ? ഇതന്നെ ഇങ്ങനെ അതിച്ചേക്കുന്നത്. നിങ്ങൾ 4 പേര് നോക്കിയിരിക്കുന്നത് ബ്ലാക്ക് മാജിക് പോലെ. മേലമേട പണ്ട് മരിച്ച ആൾക്കാരുടെ പ്രേതമൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ നമുക്ക് ചെയ്യാം. ഓജാബോയോട് മലയിന്ന് തെന്നി വീണ ശ്രീരാജേ, ശ്രീരാജിന്റെ പ്രേതമൊക്കെ വന്നല്ലേ? സബ്മിറ്റ് ആവുന്ന എന്തോ ചെയ്യുന്നു. വെറൈറ്റി ഗെയിംസോ? ഇതിന് എന്തോ നിങ്ങൾക്കല്ലേ കമ്പനി ഉള്ളേ? എക്സ്പ്ലോറക്സ്. അല്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയാണത്. വെറൈറ്റി ഗെയിംസ് പറയുമ്പോ നീ കിടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, കിടക്കണോ? അല്ലെങ്കിൽ ഞാൻ കിടക്കാന്ന്. തന്നെ ഒരു നടന്റെ സിനിമകൾ മാത്രം പറഞ്ഞു കളിച്ചാലും തോൽവിയൊന്നുമില്ല. എന്നാ അറിയാത്തവർ നോക്കും ഔട്ടോ. ഒരു നടൻ പറയട്ടെ, കുഞ്ചാക്കോവൻ. നമ്മളിങ്ങനെ പറഞ്ഞു കുഞ്ചാക്കോന്റെ പടങ്ങൾ മാത്രം പറയാം. അത്രയൊന്നും വേണ്ട, ഒരു വട്ടം ഔട്ടായി പോവും. പിന്നെ അടുത്ത നടൻ അങ്ങനെ. പ്രിയം. അയ്യോ, ഭീമന്റെ വഴി അല്ലുണ്ട്. അതേ ആർക്കാണേലും പറയാലോ, അതേ നടന് വേണ്ടി പറയാലോ. ഏലിയാമ്മ എന്നാണ്, എൽസമ്മ എന്നാണ് കുട്ടി. ജമുന പേര്. ഇങ്ങ വാ ടെന്നി വാ. സ്ഥലമുണ്ട്, ടെന്നി സ്ഥലമുണ്ട്. വാ വാ കളിക്കാം. അതെ, ഇത് ബോഗൻവില്ല. 5-ാം പാതിര. 3 dots. പോയിക്കോളീം 10 വരെ ഉണ്ട്. ഇവിടെ തന്നെ പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യപ്പം പഴയ നടനല്ലേ, പണ്ട് സിനിമ ഉണ്ടാവും. ദൂരം പടമുണ്ട്. അല്ല, എനിക്കൊന്നും കിട്ടില്ല. ഫോൺ ഓണായല്ലോ.
എന്തി മാഷാ അല്ലാ. ഇപ്പളാ ഓളായത്. എന്തിനും ആരും ഇല്ല മെസ്സേജ് അയക്കാനൊന്നും. ഇല്ല, ഒന്നും ഓളായില്ലേ? കിട്ടൂല. ഇത് മതി, ഇതായിരിക്കും ഇതുവരെ. അയ്യോ കിട്ടുന്നില്ല. ഇത് അതിന്റെ പേരിട്ടില്ല. ഓ എളുപ്പമല്ലേ. അന്ന് നടന്റെ പേര് പറയാനല്ല. അയ്യോ തോന്നില്ല, സമയം അങ്ങോട്ട് നീങ്ങുന്നില്ല. അറബിയ ഓ ഞാൻ പറഞ്ഞ 7:38. ടൈം എന്തിനാ 38 എസ്തെറ്റിക് അല്ലേ? ഒന്നും വായിക്കാൻ നിങ്ങളിലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ. ഓ ആ പൊയ്ക്കോലെ ഇങ്ങോട്ട്. ഇല്ല ഇല്ലെന്ന് കാര്യറ്റു. നെറ്റ് എവിടുന്നാ? എനിക്ക് ഇവിടെ വെച്ച് സെർച്ചിങ് അത് കേട്ടെ. എന്തെല്ലോ തൊള്ള കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് വരുന്നില്ല. പഴയ നടനല്ലേ കൊണ്ട് പുള്ളി അത് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് നടനുണ്ട് ഇപ്പൊ. 2025 കുഞ്ചാക്കൊക്കെ പഴയ നടല്ലേ. സോറി മാറിയോണ്ടാണ് പുള്ളിയുടെ അച്ഛൻ്റെ ഒരു ഗോപം കുഞ്ചാക്കോ, പുള്ളിയുടെ അപ്പൂപ്പ കുഞ്ചാക്കോ. എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് നടനുണ്ട്. ഔട്ടായി പൊക്കോ, പോ. ഇല്ലില്ല ഇല്ലില്ല, ഞങ്ങള് മൂന്നും കളി. 1 2 ക്ലൂ കൊടുക്ക്. ഓർഡിനറി. അല്ല വെള്ളക്കാരുണ്ട്, അപ്പ ഔട്ടായി പോകണ്ടായിരുന്നു. ഞാന് ലോലിപോപ്പ്. ഞാൻ പറയണല്ലേ. അതെ അതെ. അയ്യോ അച്ഛന്മാരാവാൻ പോകുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിന്റെ പേര് ലോലിപോപ്പില് ജയസൂര്യ അല്ലല്ലേ? അല്ല കുഞ്ചാക്കോനുണ്ട്. കുഞ്ചാക്കോവനും പൃഥ്വിരാജും. കുഞ്ചാക്കോവനെ മറ്റേ പെണ്ണിനെ റോമനെ കിട്ടുന്നത്. റോമനെ കിട്ടുന്നത് ആരെല്ലാം കിട്ടും. എന്റെ അച്ഛന്മാരാവാൻ പോകുന്ന സിനിമ ഉണ്ടല്ലോ, വിശുദ്ധൻസോ. വിശുദ്ധൻസ് അല്ല, 20 കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ബിജുമേനൻ അച്ഛന്മാരായിട്ട് റോമിനൊക്കെ വരുന്നത്. റോമൻ. ഞാൻ വിശുദ്ധൻ. കഴിഞ്ഞു. ഔട്ടായിക്കോ. കൊറേ പടം ഇറങ്ങി പൊട്ടിയായിരുന്നല്ലോ. അതാ കൊറേ ഉണ്ട്. എനിക്കിപ്പോ 3 കിട്ടി. എത്ര? 3. 3 അനങ്ങാണ്ടിക്കട പൊട്ട. ആരത്? ഇല്ല, അതൊക്കെ സിനിമ ഔട്ടാവും, ഇവിടെ സ്വീകരിക്കൂല. അങ്ങനാണോ? പിന്നെ അതൊന്നും കേട്ട് പറയാൻ പറ്റോ? ഞാനൊക്കെ ആയിരുന്നു എപ്പോഴേ പറഞ്ഞത്. എന്നാ വേട്ട. അല്ല കുഴപ്പമില്ല. വേട്ടയോ? വേട്ടല്ലേ? പടമുണ്ട്. അവനും മഞ്ജു വാര്യരും. കേരളത്തിലെ ഫസ്റ്റ് കിട്ടുന്നുണ്ട്. മറ്റേ സൈക്കോ കില്ലർ ഒക്കെ ഉള്ള ഇവന് 5-ാം പാതിര. അതൊക്കെ കഴിഞ്ഞു. നീ വേട്ടയെടുത്തോ ഇവിടുന്ന് പറ. ഞാന് അത് വിടും. ഞാൻ പറയാം. അതല്ലേ നിങ്ങള് പറ. കൊറേ കണ്ടിട്ട് സിനിമകളുണ്ടായിരുന്നല്ലോ. ഇതെന്നാണ് ഒരു ചുക്കിന്റെ പാട്ടായാലും ആലോചിക്കട്ടെ. കുറെ ഡാൻസ് പാട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിൽ. നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക. ഷാജഹാനും പരിക്കുട്ടി. അതെ നേരത്തെ ആലോചിച്ചാണ്. അമലപ്പൊളി മല്ലു സിംഗ്. സിനിമ ഉണ്ടല്ലോ ഹവ്വ അത് പറഞ്ഞില്ല. പ്രിയ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. അതാണ് അല്ല ഒരു പ്രിയ അല്ല, വേറെ പടം. അതേ അടുത്ത് പറയാം. മറ്റേ പിള്ളേരുടെ പടം ഏതായിരുന്നു? അത് പറഞ്ഞില്ല ഓൾറെഡി. അത് പ്രിയമല്ലോ. അതാ പറയാം. കുറെ പിള്ളേരുള്ള അച്ഛനാവുന്നത് മാമനാവുന്നത് നോക്ക്. പിള്ളേർ അച്ഛനാവുന്നത് വളർത്തച്ഛൻ. ഇത് വേറെ പടം പറയുന്ന അല്ല ഔട്ടായി പോവും. ആലോചിക്കട്ടെ. കുറെ പടം ഉണ്ടായല്ലോ ഇയാൾക്ക്. എല്ലാം പൊട്ടിയായിരുന്നൊന്നും അറിയുന്നില്ല. പുലിവാൽ കല്യാണം.
അല്ല അവിടെ കുഞ്ചാക്കോവൻ കുഞ്ചാക്കോവനുണ്ട് ആ പാട്ടില് നിനക്കൊരു വൻ ആ പാട്ട് മൊത്തം കുഞ്ചാക്കോവനല്ലേ പാടുന്നത്. ഓ ശരിയാ ശരിയാ ശരി. പുലിവ അത് തിലകമല്ല. ആ ശരിയാ പോടാ പട്ടി. അത് ഉദ്ദേശിച്ചേ പുലിവാൽ കല്യാണം പിന്നെ അത് പറഞ്ഞൂടെ? ജയസൂര്യന്റെ അല്ലേ? പിന്നെ അത് പറഞ്ഞൂടെ? കല്യാണരാമൻ ജോസഫ് ഇതിന്റെ ആലോചിക്ക് എന്ത് ഏത് പടം ഇത് പറയും. ഇഷ്ടം ഇത് അത് പറ്റൂല ഇഷ്ടമാണ് ബാക്കി പറയരുത്. ആണോ? ആ ഇഷ്ടം ഇഷ്ടം. ബയ്യ ബയ്യ എനിക്കറിയാം നിങ്ങൾ അല്ലെ നിങ്ങൾ കളിക്കാൻ ഭാഗത്തോ അതന്നെ ഗാലറിയിൽ കമന്റ് അറിയാം. ഞങ്ങൾ അവരായിട്ട് കളിക്കാൻ എന്തെങ്കിലും ഇവിടെ ശരിക്കും പവർ ബാങ്കിന് വേണ്ടിയാ വന്നത്. ഞാൻ പറയണ്ടല്ലേ ഒറ്റ മെസ്സേജ് വന്നോ ഇനി മെസ്സേജ്? എന്നാ താൻ കേസ് കൊടുക്കും. നോക്കാൻ പോകുന്നത് അതെനിക്കറിയാം. എന്താ ഇല്ല സഹല ടോപ്പ് കട്ടക്കൽ എന്ത് തോക്കാൻ ആരെ കുഞ്ചാക്കോ? നീ എന്നെ ഞാൻ ജാവാൻ കഴിഞ്ഞ പിന്നെ മുടി മുതലേ ഉള്ളൂ. അതൊക്കെയാണ് അടിപൊളി. ദിലീപിനെ പറഞ്ഞ ദിലീപിന്റെ സിനിമ ഇറങ്ങുന്ന കാലത്ത് നീ ജനിച്ചിട്ടുണ്ടോ? പിന്നെ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുഞ്ചാക്കോനെ നീ കണ്ടിട്ടുണ്ടാവില്ലേ? അയ്യോ ചിക്കാരി ശംഭു സത്യം ശിവം സുന്ദരം ബാക്കിന്റെ മുള്ളറ്റ് ആണോ? എന്താ അതില് സത്യം ശിവം സുന്ദർ അങ്ങനെ പാട്ടുണ്ട്. അതിനകത്ത് അവാവൻ പാട്ടുണ്ട്. നീ പറ. ഔട്ടായി തരാം. എനിക്ക് കിട്ടണില്ല. ആണോ? ഔട്ടാക്കി അർഫാന കുഞ്ചാക്കോ തന്നെ ഞങ്ങൾ ഇനി കളിച്ചാൽ ഒരാള് ജയിക്കും. ഒരാളല്ല എന്നാ നിർത്താം. രാജു വന്നാ ടൈറ്റ് ആവും. രാജു പോയിട്ട് പറഞ്ഞതല്ലോ കരടെല്ലാം പിടിച്ചോ. ഹിമക്കരടി പുള്ളി ശേഷിപ്പിലായിരിക്കും. ഇവിടെ ഒരു കാര്യം ചെയ്തോണ്ട് ജീവൻ പോകുന്ന കേസാന്നൊക്കെ അങ്ങനൊന്നുമല്ല. സുന്ദരികളല്ല 101 സുന്ദരികളുണ്ട്. ബാക്കി 95 ഇവിടെ. എനിക്ക് കിട്ടി. കല്യാണമല്ല, വേറെ 101 നിക്കാഹ്. മംഗളോ മംഗളം കുഞ്ചാക്കോവനായ ഹീറോ. കുഞ്ചാക്കോവനും ബിജുമേനൊക്കെ കെട്ട സത്യം പറഞ്ഞ കുഞ്ചാക്കോവനും ബിജുമേനും തന്നെ കുറെ പടമുണ്ട്. 10 രൂപ പടം. അവരുടെ ഹിറ്റ് കോമ്പോ വരുന്നില്ല സത്യം ഉണ്ടായിരുന്നു 2013 ടൈമിൽ ഹിറ്റ് കോമ്പോ വരുന്നു. 3 ഡോട്ട്സ് ഒക്കെ തോറ്റു. ഇവര് മറ്റേ നേഴ്സറി തുടങ്ങുന്ന സിനിമ പറഞ്ഞായിരുന്നു. പേര് മാത്രം ഇഷ്ടത്തിലുണ്ട്. ഉണ്ടല്ലേ 5 പടയില്ലേ? അതായത് ഇവൻ നമിതയുള്ള ശരിയാ ശരി. ഇവൻ വക്കീല് വില്ലനൊന്നുമല്ല, അവൻ വക്കീല്. എന്നിട്ട് അവൻ എന്തോ ഉടായ്പ് കഥ പറഞ്ഞ് നമിതയുടെ എന്തോ സഹായിച്ചെടുക്കും. പക്ഷെ നമിത അതിനൊക്കെ ഉടായ്പ്. അതിപ്പോ പറയും. ഇവരൊരു ട്രിപ്പ് പോവും നമിത ഇവനും കൂടി. അത് പറയാം. അതൊക്കെ ഒരു അലമ്പോടോ കുഴപ്പമില്ല. പക്ഷെ നമിത ഇവനേക്കാൾ ഉടായ്പുള്ള ആണെന്നുള്ളതാണ് കഥയുടെ മെയിൻ ഹൈലൈറ്റ്. സസ്പെൻസ് കാണണ്ട. കുഞ്ചാക്കോവിന്റെ ഡോക്ടർ ലവ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ലോ പോയിന്റ് അതാണെങ്കിൽ നമിത
വേറൊരു പടം ആ പടത്തിന്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ തല ഒന്ന് വെക്കുമോ എൻ്റെ കാലം പക്ഷെ നീ തല വെച്ച കാലല്ലോ മറ്റേ കാലല്ലേ മരിക്കുന്നു. നിങ്ങൾ അവിടെ ഒരാളെ ഒറ്റയ്ക്കാക്കിട്ടാ വന്ന് അവിടെ ഒരു മറ്റേ ചേച്ചി കിടക്കാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചതാ ഇവിടെ കമ്പി മാത്രമേ ഉള്ളൂ. ആട്ടിൻകുട്ടികളും പുള്ളിക്കുടികളും എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? മനുഷ്യന്മാർ ഇതൊരു കോൺവെർസേഷൻ ആയിരുന്നു. അടുത്ത പറ ജോസഫ് പറ. ഇനി ഞാൻ കഥ പറയാൻ ആരെയും പറഞ്ഞില്ല കേട്ടോ. ദയാദാക്ഷിണ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട, അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. എടുത്തും തന്നെ പൊളിയും ചെയ്തു. കുഞ്ചാക്കോന് ജയസൂര്യുള്ള സിനിമ ഭയങ്കര ഫ്രണ്ട്സായിട്ടുള്ള ദിലീപും കുഞ്ചാക്കോനല്ല അല്ല അതെ ദിലീപും കുഞ്ചാക്കോവനും ഡാർലിംഗ് അല്ല ദോസ്ത ദോസ്തല്ലേ ഇത്? എങ്ങനെ ബ്രോ ഇത് ആൽക്കഹോളിക് ആണ്. ഇത് നീ സാനിറ്റൈസറിൽ ഇതിട്ട് ചെയ്ത് മതി. ഞാൻ അത് വെച്ച് തുടച്ചു ഓൾറെഡി ഒരു നോവേ ആള് കൂടി ഇവിടെ ചൂടായിട്ടോ ചൂടായി നിങ്ങളുണ്ട് ഞാനും ഉപയോഗം കൂടെ പാടിക്കൊണ്ടു. എന്റെ വയസ്സ് എന്റെ കാല് കാലതിനകത്ത് നോക്കിയിരിക്കുന്നത്. ഗ്ലൗസ് എന്റെ ടെന്റിന്റെ ഉള്ളാട്ടോ. ടെന്റിന്റെ ഉള്ളിൽ ആരെങ്കിലും പോകുമ്പോ മേലൊക്കെ ഒന്ന് പുറന്നിട്ട് പോണേ. ആ ബാക്കി സാധനം ഉണ്ട് എന്റെ ഉള്ളിൽ. കളിക്കണ്ട എടുത്തേ കളി മാറ്റി എന്നാ പിന്നെ ന്യൂ ഗെയിം തുടങ്ങല്ലേ? ന്യൂ ഗെയിം ഏതാ നടൻ പറ. വേണ്ട ഇത് കഥ പറഞ്ഞതാ.